അഭിലാഷ്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് എവിടെയാണെങ്കിലും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിനെ സംബന്ധിച്ച് അതിൻ്റെ FIR ഇട്ട് അന്വേഷണം നടത്തി കുറ്റവാളികളെ പ്രതിപട്ടികയിൽ ചേർത്ത് അവരുടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് അതിൻ്റെ ട്രയൽ പ്രൊസീഡിങ്സ് നടക്കണം. ഈ കേസിനെ സംബന്ധിച്ച് അത് ത്വരിതഗതിയിൽ നടന്നു. കുറച്ചുകൂടി ഇതിനേക്കാൾ സ്പീഡിൽ നടന്നിട്ടുള്ള ട്രയലുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. 90 ദിവസം കൊണ്ട് നടപടികൾ തന്നെ പൂർത്തിയാക്കി 4-5 മാസക്കാലത്തിനുള്ളിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകൾ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് അതിൻ്റെ സവിശേഷതയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ അതോടൊപ്പം തന്നെ വളരെ നിഷ്ഠൂരമാണ് ഈ കൊലപാതകം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധങ്ങളും സമൂഹത്തിലുണ്ടായിട്ടുള്ള അലവിലുകളുമെല്ലാം ഈ കേസ് ത്വരിതഗതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് തന്നെ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴായി കോടതി മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അതിനെ തുടർന്ന് കുറച്ച് സമയം ആ വിഷയത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ട്രയൽ പ്രൊസീഡിങ്സ് നടത്തുന്ന കാര്യത്തിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നെല്ലാം കൃത്യമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും സാക്ഷി വിസ്താരങ്ങൾ പൂർത്തിയാക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളൊരു കേസാണിത്. അപ്പോൾ ഇത് സംസ്ഥാനത്തെ ഒരു മാതൃകാപരമായിട്ടുള്ള കേസ് എന്നുള്ള നിലക്ക്, ഒരു ക്രൈം കേസ് എന്നുള്ള നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ കാണാവുന്നതാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള കേസുകളെ സംബന്ധിച്ച് പോലീസ് എന്തുകൊണ്ടാണ് ചാർജ് ഷീറ്റ് വൈകുന്നത്, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ട്രയൽ പ്രൊസീഡിങ്സ് വൈകുന്നത്, അതെല്ലാം ഞാൻ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് കടക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു കേസ് മാത്രമല്ല, സംസ്ഥാനത്ത് ഏത് കേസാണെങ്കിലും ആ തരത്തിൽ തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, ശ്രീ ഒ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ഇതിനെ വേറൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വളരെ വളരെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ സംസ്ഥാനത്ത് ആരാണെങ്കിലും, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെയാണെങ്കിലും ഒരു ശാരീരികമായ അക്രമം നടത്തുക എന്ന് പറയുന്നത് അപലപനീയം തന്നെയാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ, നേരത്തെ ശ്രീ പ്രതാപ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ അക്രമങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ ഏതെങ്കിലും തരത്തിൽ ഒന്നിനെ മറ്റൊന്നിനെ തുലനം ചെയ്തുകൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അത് നടന്നതുകൊണ്ട് ഇതിങ്ങനെ നടക്കണം, അത് നടന്നതുകൊണ്ട് ഇതിനിങ്ങനെ ഇന്ന രീതിയിൽ നടക്കണം, അങ്ങനെ നമ്മുടെ ക്രിമിനൽ വ്യവസ്ഥിതിയിൽ ഒരു നടപടിക്രമവുമായി മുന്നോട്ട് പോകാൻ പോലീസിനെ സംബന്ധിച്ച് കഴിയുമോ, നമ്മുടെ നിയമ സംവിധാനത്തിനെ സംബന്ധിച്ച് കഴിയുമോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കൃത്യമായ നീതി, കൃത്യമായ അളവിൽ, അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് പക്ഷപാതപരമായിട്ടുള്ളൊരു ഒരു വിധി ഉണ്ടാവുക അല്ലെങ്കിൽ നടപടിക്രമം ഉണ്ടാവുക എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. നമ്മുടെ നീതി സംവിധാനത്തിൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ വേറൊരു കേസിൽ അതിനങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ അത് പ്രോസിക്യൂഷൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ അത് നടക്കൂ. എനിക്ക് ശ്രീ ഒ അബ്ദുള്ളയോട് വിനീതമായി സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ക്രൂവൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറാൻ പാടില്ല. അതായത് ഏതെങ്കിലും ഒരു നടപടിക്രമത്തെ, ഏതെങ്കിലും ഒരു അക്രമത്തെ, ഒരു കൊലപാതകത്തെ നമ്മളൊരു വിനോദത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്ത് അങ്ങനെ കാണുന്നതിന് പ്രസക്തി നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിനകത്തില്ല. അത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അതിനെ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ അങ്ങനെ കാണുന്നതോ ശരിയല്ല എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ.